ഹലോ, ഞാൻ ഹുസൈൻ അറോണി. ഫേസ്ബുക്കിലൂടെയും മറ്റും ചെറിയ വിവാദങ്ങളിലൂടെയൊക്കെ എൻ്റെ ഈ മുഖം പരിചയമുള്ളവരും അല്ലാത്തവരും ഒത്തിരി പേര് ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ ഈ വീഡിയോ കണ്ടേക്കാം. ഞാൻ ഇന്നും ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് അറിയാം. ചിലർക്കറിയാം, ചിലർ എന്തിനായിരിക്കും എന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ഊഹിക്കാം. സിനിമ എല്ലാവർക്കും ഒരു പാഷനായിട്ടും രക്തത്തിലും തലച്ചോറിലും ഒക്കെ ഇങ്ങനെ തിളച്ച് മറിയുന്ന ഒരു സംഭവമായിട്ടും എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം, നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, ജനങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും നാട്ടുകാർക്കിടയിൽ ഒരു ആക്ടർ എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള കലാകാരികൾ. അതെനിക്ക് മനസ്സിലാകും. കാരണം ഞാനും നിങ്ങളെപ്പോലെ ഒരുപാട് എഫേർട്ട് എടുത്ത് സ്ട്രെയിൻ ചെയ്ത് ഫൈറ്റ് ചെയ്ത് ജയിലിൽ വരെ കടന്ന് വന്നവനാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് ഇതിനകത്തുണ്ട്. ഞാൻ ഇന്നും നമ്മുടെ ആ രക്തത്തിൽ അത് അലിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് സിനിമ എന്ന ഒരു സ്വപ്നം ഉപേക്ഷിക്കാതെ വീണ്ടും മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ രണ്ടാമത്തെ പ്രോജക്റ്റ് ഓൺ ചെയ്തു. അതിൻ്റെ പൂജയും മറ്റും കഴിഞ്ഞ് 8 മാസമായി. ഇവിടെയും വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ശത്രുക്കളാണ്. അപ്പോൾ ഇതിനെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൽ വരുന്ന ആക്ടേഴ്സിനെ വിളിച്ച് മുടക്കുക, ഇങ്ങനെ പല സംഭവങ്ങളും ചെയ്ത് നമ്മളെ മാനസികമായിട്ടും പല രീതിയിലും പ്രയാസപ്പെടുത്തുന്ന ശത്രുക്കൾ. നിങ്ങൾക്കറിയാം, തുടരും എന്ന സിനിമ തൻ്റെ സ്ക്രിപ്റ്റാണെന്നും പറഞ്ഞ് ഈ ഓൺലൈനിലൂടെ ഇപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന നന്ദകുമാർ എന്ന വ്യക്തിയാണ്. അവനാണ് എൻ്റെ ആ സിനിമയെ നശിപ്പിച്ചതും അതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ശത്രുത. അതായത് ഞങ്ങളുടെ പണം കവർന്നെടുത്ത് ഞങ്ങളെ നശിപ്പിച്ച് ഒരു വിഭാഗം കലാകാരന്മാരുടെ കഴിവും അവരുടെ വിയർപ്പും വേദനകളും അവരുടെ സ്വപ്നങ്ങളൊക്കെ തല്ലിക്കെടുത്തിയ ഒരു ചെകുത്താൻ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അപ്പോൾ അങ്ങനെ ആ ഒരു വ്യക്തി കാരണം ഉണ്ടായ നാശനഷ്ടങ്ങൾ എൻ്റെ മാത്രമല്ല, ആ സിനിമയുമായി ബന്ധപ്പെട്ട ഫണ്ടിറക്കിയവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഈ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു മെൻ്റലാണ്. കാരണം നിങ്ങൾക്കറിയാം, അദ്ദേഹം എന്നൊന്നും പറയാൻ പറ്റില്ല പുള്ളിയെ, അവൻ്റെ ഏതൊരു വീഡിയോയും നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഫുൾ മെൻ്റലിയാണ്. അതായത് മൈൻഡ് ഡിപ്രഷൻ. അതായത് എങ്ങനെയാണ് അവനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നല്ലൊരു പടം ഹിറ്റായപ്പോൾ അത് അവൻ്റെ കഥയാണ്, സ്ക്രിപ്റ്റാണെന്നൊക്കെ പറഞ്ഞ് അവൻ വെളിച്ചത്ത് വന്ന് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സിനിമയ്ക്ക് വേണ്ടി ഫണ്ട് പിരിക്കുന്നു, അങ്ങനെ എന്തൊക്കെയൊക്കെ പല രീതിയിലും ചെയ്യുന്നുണ്ട്. ഫണ്ട് പിരിക്കുന്നതോ അതിനെ കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സിനിമ നിർമ്മിക്കണമെങ്കിൽ അതിനുണ്ടാകുന്ന എഫേർട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പലരും പല രീതിയിലും സിനിമകൾ ചെയ്യുന്നുണ്ട്. ക്രൗഡ് ഫണ്ട് ഉപയോഗിച്ച് സിനിമ ചെയ്യുന്നവരുണ്ട്, 2-3 വ്യക്തികൾ ചേർന്ന് സിനിമ ചെയ്യുന്നവരുണ്ട്, നല്ലൊരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒരാൾ നിന്ന് സിനിമ ചെയ്യുന്നവരൊക്കെ പല രീതിയിൽ ചെയ്യും. അതിനൊന്നും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. ഇവിടെ എപ്പോഴും ഞാൻ പറയുന്നത്, നമ്മുടെ കയ്യിൽ നമുക്കൊരു ആയുധമായിട്ട് നമുക്ക് കഴിവുകളുണ്ട്. ആ കഴിവുകളെ തെളിയിപ്പിക്കാൻ അല്ലെങ്കിൽ അത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊടുക്കാൻ, നമ്മുടെ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും മുമ്പിലേക്ക് അത് ഇട്ട് കൊടുക്കാൻ നമുക്കെന്ത് വേണം? നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം അത് നമ്മൾ ഒരുക്കണം. ഇത് ഒരുക്കണമെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കഴിവിനെ മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസറോ ഒരു ഡയറക്ടറോ നമുക്ക് ഓപ്പോസിറ്റ് വേണം. നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കിത്തരാം. അങ്ങനെ ഒരാൾ വന്നാൽ പോലും ആ അവസരങ്ങളെ മുതലെടുക്കാൻ കഴിയാത്ത പല കലാകാരന്മാരുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിലൊക്കെ ഉള്ളത്. ഇപ്പോൾ ഫണ്ട് പിരിച്ചാൽ പറയും അവൻ പിരിവെടുക്കാൻ തുടങ്ങി, അവൻ പറ്റിക്കാനുള്ള പരിപാടിയാണ്. ഫണ്ട് പിരിക്കാതെ നമ്മൾ ഇവർക്ക് അവസരം കൊടുത്തിട്ടില്ലെങ്കിലും എന്ത് പറയുന്നറിയോ, അത് നടക്കില്ലടാ, അങ്ങനെ പറയും. അവന് അവസരം നമ്മൾ ഓക്കെ നിങ്ങൾക്ക് അവസരം തരാമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞവൻ രാജാവാണ്. എങ്ങാനും ആ സിനിമയിൽ അവനക്ക് വീണ്ടും അവസരം നഷ്ടപ്പെട്ടാൽ അവൻ പറയും അവൻ ഓർവിടായിപ്പടാ. ഇങ്ങനെ പറയുന്ന കുറേ ആളുകളാണ്. നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് കാണപ്പെടുന്ന ഈഗോ ജാസ്തിയുള്ള ഒരു സൈക്കോ, അങ്ങനെയൊക്കെയുള്ള ഒരു ആളുകളെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയും. ഞാനെപ്പോഴും പറയുന്നത്, നമുക്ക് കഴിവുകളുണ്ടായാൽ മാത്രം പോരാ. അന്യൻ്റെ പണത്തിലാണ് നമ്മൾ ഒരു കലാകാരനാകുന്നത്. നമുക്ക് കഴിവുകൾ മാത്രം ഉണ്ടായാൽ പോരാ, അന്യൻ്റെ പണത്തിലാണ് നമ്മളൊരു കലാകാരനാകുന്നത്. അവൻ്റെ വീട് പണയപ്പെടുത്തി അവൻ്റെ സ്വർണ്ണങ്ങളൊക്കെ വിറ്റ് അതല്ലെങ്കിൽ അവൻ്റെ ഏതെല്ലാം രീതിയിൽ അവന് എവിടെ നിന്നൊക്കെ വായ്പകൾ കിട്ടുമോ
അങ്ങനെ അല്ലെങ്കിൽ അവന് 1000 ആളുകളുടെ കാലിൽ ചോട്ട് പോയി ഒരു കഥ പറഞ്ഞ് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ കൺവിൻസ് ചെയ്തിട്ടൊക്കെയാണ് അവൻ ആ പണം കണ്ടെത്തുന്നത്. അപ്പോൾ ആ പുള്ളിക്ക് നഷ്ടങ്ങളെ ചേർത്ത് നിൽക്കാൻ പുള്ളി കുറച്ച് പൈസ വേറൊരാളുകളുടെ അഭിനയിക്കാൻ വരുന്നവരിൽ നിന്ന് ചോദിക്കുന്നത് കൊണ്ട് തെറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പുള്ളിയുടെ നിലനിൽപ്പിനെ ബാധിക്കും. നാളെ എടുക്കുന്ന സിനിമ പരാജയപ്പെട്ടാൽ ഈ പുള്ളിക്ക് ഒരു വ്യക്തിയും ഇതിൽ അഭിനയിച്ചവർ കഴിവുള്ളവരുണ്ടാവാം, നല്ല സാമ്പത്തികമുള്ളവരൊക്കെ ഉണ്ടാവാം, ₹1 അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയോ സഹായിക്കുകയോ ഒന്നും ചെയ്യില്ല. അവന് നഷ്ടപ്പെട്ട അവനും അവൻ്റെ കുടുംബത്തിനും അവനക്ക് ആരൊക്കെ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടോ അവരുടെ പോകുന്നല്ലാതെ ഇതിൽ അഭിനയിച്ചു പോയ ഒരാൾക്ക് ഒരു നഷ്ടം വരാനില്ല. അതുകൊണ്ട് ഫണ്ട് ചോദിക്കുന്നതിനെക്കുറിച്ച് ഒരു തെറ്റും ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു കലാകാരനാകുന്നുണ്ടെങ്കിൽ, ഞാൻ ഡയറക്ടർ എന്ന ഒരു ഇതിലേക്ക് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കഴിവുകൾ മാത്രമല്ല, ഞാൻ എൻ്റെ ആ കഴിവ് വെച്ച് എത്ര പേരെ കൺവിൻസ് ചെയ്യും. ഞാനിപ്പോൾ എൻ്റെ 2ാമത്തെ മൂവിക്ക് ഇറങ്ങി ഏകദേശം 1 കൊല്ലം കഴിഞ്ഞു. ഇതുവരെയും നമ്മൾ ഇതേ സ്റ്റാൻഡിൽ നിൽക്കുന്നത് ഞാൻ എൻ്റെ കഴിവുകൾ വെച്ച് ഓരോരുത്തരെ കൺവിൻസ് ചെയ്ത് അവരെ ഈ മൂവിയിലേക്ക് എത്തിക്കാനും അതിലേക്ക് ഫണ്ട് ഇറക്കാനും വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, എഫേർട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ടും അതിനിടയിൽ ഒരുപാട് ശത്രുക്കൾ നമുക്കതിന് വിലകുതടിയായിട്ടും മുടക്കാൻ വേണ്ടി നിൽക്കുന്നത് വേറെ കുറേ ആൾക്കാരുണ്ട്. അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അവർ നമ്മളെ നെഗറ്റീവ് പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ശ്രമിക്കുമ്പോഴും നമ്മളിത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു നല്ല കഥാപാത്രം, ഒരു നല്ല സിനിമ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് കൊടുത്ത് നമ്മുടെ കഴിവ് തെളിയിക്കണം. അതുപോലെ ഒട്ടനവധി കലാകാരന്മാരെ സൃഷ്ടിക്കണം, പുതുതലമുറയ്ക്ക് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷേ ജനങ്ങൾ അതെന്താവില്ല മൈൻഡിലേക്ക് എടുക്കണം. ജനങ്ങളെടുക്കുന്നത് വേറെ രീതിയാണ്. സിനിമയിലേക്ക് ഫണ്ട് തരാമെന്ന് പറഞ്ഞതിൻ്റെ ആദ്യം ഒരു സിനിമ നഷ്ടപ്പെട്ടു പോയി. ആ ഫണ്ട് തരാമെന്ന് പറഞ്ഞവർ പിൻവലിഞ്ഞപ്പോൾ ആദ്യം തന്ന ഫണ്ട് അത് ഞാൻ നമ്മളെ ലൊക്കേഷൻ സെറ്റിങ്സ്, മാർക്കറ്റ് സെറ്റ്, അങ്ങനെയുള്ള ആർട്ട് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഫണ്ട് ഇറക്കി അഡ്വാൻസ് ഒക്കെ കൊടുത്ത് അങ്ങനെ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ അതിലെ ഡയറക്ടർ വേറെ ആയിരുന്നു. ആ ഡയറക്ടറുടെ പേരിൽ ഒരു കേസുള്ളതുകൊണ്ടാക്കി സിനിമ നിർത്തിവെച്ചു. അങ്ങനെ ഇരിക്കെ ആ സിനിമയുടെ എനിക്കുണ്ടായ നഷ്ടം, ആ സമയത്ത് ഈ ആദ്യം അഡ്വാൻസ് എന്ന പ്രൊഡ്യൂസർമാർ തിരിഞ്ഞു പോയപ്പോൾ നമുക്കുണ്ടായ നഷ്ടങ്ങൾ, ഈ നഷ്ടങ്ങളൊക്കെ നികത്തിയെടുക്കാൻ ഞാൻ പെട്ട പാട്. ഇന്നും അവർ നമ്മളെ പല രീതിയിലും ഉപദ്രവിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ചിരിച്ചിങ്ങനെ ഒഴിവാക്കി അതിനെ ഒതുക്കി കൊണ്ടുപോകാമെന്നല്ലാതെ നമ്മളിവരോട് ആരോടും തർക്കിക്കാനോ മത്സരിക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് പോലെ തുല്യമായി അവരെ ചെയ്യാനോ ഒന്നും നമ്മൾ പോയിട്ടില്ല. ഇന്നും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാം നന്ദകുമാർ എന്നൊരു വ്യക്തി ഈ ഫേസ്ബുക്കിനകത്ത് വന്ന് പറഞ്ഞു കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു തിരി ചിന്തിക്കാൻ കഴിവുള്ളവനക്ക് ചിന്തിക്കാവുന്നേ. അവൻ ഏതെല്ലാം രീതിയിൽ ഓരോ വ്യക്തികളെയും പറ്റിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എപ്പോഴും ഞാൻ പറയാം, ജെനുവനായി ചെയ്യുന്നവരുടെ കൂടെ ആരും ഉണ്ടാവില്ല. പറ്റിക്കുന്നവരുടെ കൂടെ പിന്നാലെ 1000 പേരുണ്ടാവും. നല്ലൊരു സിനിമ വാർത്തെടുക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന എഫേർട്ട്, ഞാൻ ചെയ്യുന്നത് മാത്രം ശരി, മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റ് എന്നൊരിക്കലും ഞാൻ ന്യായീകരിക്കില്ല. നല്ലതിനെ നല്ലതായി കാണാം, കെട്ടതിനെ കെട്ടതായിട്ട് തന്നെ കാണാം. ഞാൻ ഒരാളെയും വഞ്ചിക്കണം എന്ന് ആഗ്രഹിച്ചു ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് ശരിയല്ല. ഞാൻ പറഞ്ഞില്ലേ, സൈക്കോ അല്ലെങ്കിൽ ഈഗോ ഇതൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ളവരെ അങ്ങനെ ചിന്തിക്കൂ, അങ്ങനെ പെരുമാറൂ, ഉപദ്രവിക്കൂ. ഞാൻ അവരോടും കൂടിയാണ് പറയുന്നത്. നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലതാണെങ്കിൽ അത് ഏറ്റെടുക്കുക, കെട്ടതാണെങ്കിൽ മാറി നിൽക്കുക. ഒരാളെ ഗുണദോഷിക്കാനോ ഉപദേശിക്കാനോ മാറി നിൽക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ, നമ്മളൊരു ഷോർട്ട് മൂവി, ഒരു ആൽബം അല്ല എടുക്കുന്നത്. ഒരു സിനിമ ചെയ്യണമെങ്കിൽ അതിനുണ്ടാകുന്ന നഷ്ടങ്ങൾ, അതിന് വേണ്ട ഫണ്ടുകൾ, അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സുകൾ എന്താണ്, അല്ലെങ്കിൽ അതൊരു പാതിയിൽ നിന്ന് പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഇത് എങ്ങനെ തരണം ചെയ്യാൻ കഴിയണം. അതല്ല ഇനി ഇത് വിജയിച്ചിട്ടില്ലെങ്കിൽ പ്രൊഡ്യൂസർമാർ പണം മുടക്കി കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, കേസാണെങ്കിൽ കേസ്, ജയിലാണെങ്കിൽ ജയിൽ, ഇതെല്ലാം അനുഭവിക്കേണ്ട ഒരു വ്യക്തിയാണ് നമ്മളിവിടെ നിന്നിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പുറത്തുന്ന ഒരു ഡയറക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഒരു പക്ഷേ അങ്ങനെ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ചുരുക്കം പേരിൽ ഒരാളായിരിക്കും ഞാൻ. എന്നെ വിശ്വസിച്ച് എൻ്റെ സിനിമയിലേക്ക് ഫണ്ട് ഇടുന്നവർ, എൻ്റെ സിനിമയിലേക്ക് വരുന്നവർ, ഞാൻ ഇപ്പോഴും ഒരു ഉറപ്പ് നൽകുന്നു, ഒരിക്കലും വഞ്ചിക്കും എന്നുള്ള ഒരു മൈൻഡോടെ എൻ്റെ സിനിമയിലേക്ക് ആരും വേണ്ട. കഴിവുകളുള്ളവർക്ക് വരാം, സഹകരിക്കാം. ഫണ്ട് തരാൻ താല്പര്യമുള്ളവർക്ക് തരാം. കാരണം ഞാൻ അവസരം കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ അവസരം തന്നില്ലെന്ന് വെച്ച് നിങ്ങളുടെ ഒരിക്കലും ഞാൻ ശത്രു ആവുന്നില്ല. കാരണം എൻ്റെ സിനിമയ്ക്ക്, എൻ്റെ കഥാപാത്രങ്ങൾക്ക് അനുസരിച്ച് എനിക്ക് ഒരാളെ ഇതിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. 100 പേര് വന്നാൽ 100 പേരെയും നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ സിനിമയ്ക്ക് ആവശ്യമുള്ള കഥാപാത്രങ്ങൾ, ആവശ്യമുള്ള എൻ്റെ മൈൻഡിലുള്ള രൂപങ്ങൾ, അതുമായിട്ടുള്ള ഫിഗർ, അതുമായിട്ടുള്ള കഴിവ് തെളിയിക്കുന്ന കലാകാരന്മാർ. ഞാനിപ്പോൾ
45 ദിവസം വരെ ഞാൻ ആക്ടിങ് വർക്ക്ഷോപ്പ് കൊടുത്തിട്ട് പോലും എനിക്കതിന്ന് ഒരു 1-2 പേരല്ലാതെ ഒരു നല്ലൊരു ആക്ടിങ് അറിയുന്ന ഒരു കുട്ടീനെയും എനിക്ക് കിട്ടിയിട്ടില്ല. അവരെ കട്ട് ചെയ്ത് മാറ്റി നമ്മൾ വീണ്ടും ഫൈനൽ കാസ്റ്റിംഗ്, പിന്നെ ഫൈനലായിട്ട് വീണ്ടും ഓഡിഷൻ വെച്ച് അതിന്നും കുറേ പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി കണ്ടെത്തുന്ന, അവർക്ക് ഇപ്പോൾ 3 ദിവസം ആക്ടിങ് വർക്ക്ഷോപ്പ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട ഫുഡ്, റൂം സൗകര്യം, ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരിൽ നിന്നൊരു ചെറിയ ഫണ്ട് ഈടാക്കുന്നത് കൊണ്ട് തെറ്റ് പറയാനില്ല. കാരണം അത് അവർക്ക് വേണ്ടിയാണ്. നാളെ അവരറിയപ്പെടുന്ന ഒരു ആക്ടറോ കലാകാരന്മാരോ ആയിക്കഴിഞ്ഞാൽ അത് അവർക്കാണ് എന്നും ഗുണം ചെയ്യുക. അതാദ്യം മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല കഥാപാത്രങ്ങൾ കിട്ടും. ആരും ആരെയും ഗുണദോഷിക്കാനോ ഉപദേശിക്കാനോ നിൽക്കണ്ട. ഇനി അങ്ങനെ ചെയ്യുന്നവരെ നമുക്ക് തടഞ്ഞു നിർത്താനും പറ്റില്ല. നല്ലത് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് സാധിച്ചത്. പിന്നെ എൻ്റെ 2ാമത്തെ മൂവി ഈ മാസം ചിത്രീകരണം തുടങ്ങി. അത് നല്ല രീതിയിൽ അവസാനിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ ഇത് തടസ്സപ്പെടുത്താനോ ഇത് മുടങ്ങിപ്പോകാനോ ആര് ശ്രമിച്ചാലും നടക്കില്ല. കാരണം ഹുസൈൻ അറൂണി ഒരു കാര്യം തീരുമാനിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ അത് നടത്തിയത്. ആ വിശ്വാസം എനിക്കുണ്ട്. ഞാൻ മറ്റൊന്നിലും ആരുടെ വാക്കുകൾക്കും വില കൽപ്പിക്കാതെ എനിക്ക് എൻ്റേതായ ഒരു വ്യക്തിപരമായ തീരുമാനങ്ങളുണ്ട്. ഞാൻ അതിലൂടെ മാത്രം പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഒറ്റപ്പെട്ടിട്ട് പോയിട്ടുള്ളത്. കാരണം മറ്റുള്ളവർ നമ്മളെ കൊണ്ടുപോയി ചാടിക്കുമ്പോഴും എന്നെ പറ്റിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും ഞാൻ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ മൈൻഡിൽ എനിക്കെന്നുണ്ട്, ഞാൻ എൻ്റെ കഴിവുകൾ വെച്ച് എനിക്ക് ഇനിയും ഉയർത്തെഴുന്നേറ്റ് വരാൻ കഴിയും എന്നുള്ള പരിപൂർണ വിശ്വാസം ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആരെയും പറ്റിക്കണമെന്നില്ല, ആരും ചതിക്കണമെന്നില്ല, ആരും വഞ്ചിക്കണമെന്നില്ല. ഇതൊക്കെ ഒന്നാണ്. എങ്കിൽ കൂടെ എന്നെ വിശ്വാസമുള്ളവർക്ക് എൻ്റെ കൂടെ കൂടാം. എൻ്റെ മൂവിയിൽ ഭാഗ്യമുള്ളവർക്കാവാം. കഴിയട്ടെ. ഒത്തിരി കലാകാരന്മാരുണ്ട്, കലാകാരികളുണ്ട്. അവർക്ക് എൻ്റെ മൂവിയിലൂടെ എന്തെങ്കിലും അവസരങ്ങൾ കിട്ടിയാൽ നാളെ ഇത് ഇന്ന ആളുടെ മൂവി ഞാൻ ചെയ്ത വേഷമാണെന്ന് പറയുമ്പോൾ അന്ന് എനിക്ക് കിട്ടുന്ന ആ സന്തോഷവും ആ പ്രോത്സാഹനമാണ് എൻ്റെ ഏറ്റവും വലിയ അവാർഡ്. ഞാൻ മറ്റൊന്നിനുമല്ല, രക്ഷപ്പെടണം, എൻ്റെ കൂടെ ഒത്തിരി കലാകാരന്മാരും രക്ഷപ്പെടണം എന്ന് ചിന്തിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ്. എന്നെ ആരും ഉപദ്രവിക്കാനോ വെല്ലുവിളിക്കാനോ എൻ്റെ സിനിമയെ തടസ്സം പറയാനോ നെഗറ്റീവ് പറയാനോ വരണ്ട. എനിക്ക് നെഗറ്റീവ് തീരെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തി കൂടിയാണ്. നെഗറ്റീവ് വേണം, ആവശ്യത്തിനൊക്കെ വേണം. പക്ഷേ അനാവശ്യമായ നെഗറ്റീവുകൾ കൊണ്ടു നടക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് ജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ സഹകരിക്കാൻ പറ്റുന്നവർക്ക് സഹകരിക്കാം, എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നവർക്ക് നിൽക്കാം. എൻ്റെ ഈ വാക്കുകളിൽ വിശ്വാസം തോന്നുന്നവർ, ആത്മാർത്ഥത ഫീൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എൻ്റെ കോൺടാക്ട് നമ്പർ ഇതിനോടൊപ്പം ഞാൻ വയ്ക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്നെ എപ്പോൾ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എൻ്റെ സിനിമയിൽ നിങ്ങൾക്ക് പറ്റിയ അവസരങ്ങളുണ്ടെങ്കിൽ ഞാൻ തരും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇതിൽ ഫണ്ട് കൊണ്ടും മറ്റും സഹകരിക്കുന്നവർ, എന്നെ സഹായിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ അവരെ കഴിവുകൾ കണ്ടിട്ടൊന്നും ആയിരിക്കില്ല. ഈ നല്ലൊരു പ്രോജക്റ്റ് എനിക്ക് ഓൺ ചെയ്ത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് താല്പര്യമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. നല്ല ഉദ്ദേശത്തോടെ മാത്രം. ആരും ഇതിന് പുറകിൽ വന്ന് നെഗറ്റീവ് പറയാനോ പ്രയാസപ്പെടുത്താനോ വേണ്ടത്. ഇതെൻ്റെ ഒരു അപേക്ഷ കൂടാണ്. എന്നെ പ്രയാസപ്പെടുത്തുന്നവരും ഇതിനടിയിൽ നെഗറ്റീവ് പറയുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട്. ഞാനത് മുഖവരക്കെടുക്കില്ല. ഞാനെപ്പോഴും പറയുന്നത് നല്ലതിനെ നല്ലതായി കാണുക, നല്ലതിൻ്റെ കൂടെ നിൽക്കുക. നമ്മളെ വഞ്ചിക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും അവരുടെ പുറകെ പോകാതിരിക്കുക. നമുക്ക് മനസ്സിലാവും ഒരു സിനിമ ചെയ്യുന്നതിൻ്റെ എഫർട്ടും അതിൻ്റെ പ്രയാസങ്ങളും അതിൻ്റെ പുറകിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും. ഒരു സിനിമ ഹിറ്റ്